വെൽക്കം ടു ശ്രീസ് ലൈഫ് ആൻഡ് കുസിൻ. നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കുക്കിംഗ് റെസിപ്പി ഒന്നായിട്ടല്ല വന്നിരിക്കുന്നത്. എൻ്റെ ഈ ചുറ്റുവട്ടത്തുള്ള കുറച്ച് കാഴ്ചകളും എൻ്റെ വീട്ടിലെ ചെറിയൊരു അടുക്കളത്തോട്ടമുണ്ട്. വലിയ രീതിയിലുള്ള അടുക്കളത്തോട്ടം എന്നല്ല, ചെറുത്. അതൊക്കെ ഒന്ന് നിങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് പച്ചക്കറി കൃഷിയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ച് ഇന്നത്തെ വീഡിയോയിൽ. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഉണ്ടായി നിൽക്കുന്നത് കയ്പ്പയാണ്. ഞങ്ങളതൊക്കെ കുത്താതിരിക്കാനായിട്ട്, പ്രാണികളൊക്കെ വന്ന് കുത്താതിരിക്കാനായിട്ട് കവറൊക്കെ ഇട്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഇതുപോലെയാണ് കവറിട്ടത് മൂടിയിട്ടിരിക്കുന്നത്. ഇത്ര വലിപ്പമേ ആയിട്ടുള്ളൂ. പിന്നെ ഈ സൈഡിലൊക്കെ പച്ചമുളകാണ് ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിന് ഇങ്ങനെ പൊട്ടിക്കുകയാണ് ചെയ്യുക. ഞങ്ങളുടെ ഈ പറമ്പിനോട് ചേർന്ന് വേറൊരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയും കൂടി ഉണ്ട്. ഞങ്ങളുടെ ഈ പറമ്പിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ ഇതിലെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതാ ഇതിലെ വെള്ളം ഇപ്പോൾ കുറവാണ്. നന്നായിട്ട് മഴ പെയ്ത് തുടങ്ങിയ വെള്ളം നിറയാകും കേട്ടോ ഇതിൽ. അതുപോലെ ഇത് കോവയാണ് കേട്ടോ പടർന്നിരിക്കുന്നത്. പിന്നെ ഇത് ചേന, അതുപോലെ പച്ചപ്പയർ വളർത്തിയിട്ടുണ്ട് ഇവിടെ, വേപ്പിൻ്റെ തൈ, അങ്ങനെ കുറച്ച് പച്ചക്കറി കൃഷികളൊക്കെ ആട്ടോ ഞങ്ങളിവിടെ ഞാനും മമ്മിയൊക്കെ കൂടി നോക്കുന്നത്. ഹസ്ബൻഡിൻ്റെ അമ്മയും ഞാനും കൂടിയിട്ടാണ് ഇതൊക്കെ നോക്കുന്നത്. അതായത് പടവലങ്ങ ഇതപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ചും കൂടിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് തക്കാളിയാണ്, തക്കാളി ചെടിയാണിത്. ഇതിനൊന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല കേട്ടോ, കുറച്ച് വലിപ്പം ഹൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. അതുപോലെ ഞങ്ങൾ ചേനയിൽ കൂടെ വെച്ചിരിക്കുന്നത് കണ്ടോ, ടയറാണ് കേട്ടോ. അത് പഴയ ടയറാണ് വണ്ടികളുടെ. അപ്പോൾ ഇവിടുത്തെ വണ്ടിയുടെ ടയറൊക്കെ കേടാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് വെജിറ്റബിൾസൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് ടയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് നശിപ്പിച്ച് കളയാറില്ല, ടയർ വെറുതെ ഇടാറില്ല, നമ്മൾ ഒരു ഉപയോഗമില്ലാതെ ഇടാറില്ല, അതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ പാടത്തേക്ക് പോകാം. അവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കൃഷികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇവിടെ നമുക്ക് പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷായിട്ട് കിട്ടാറുണ്ട് നമുക്ക് ഇവിടെ നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എത്രത്തോളം അവിടെ കൃഷി ഉണ്ടെന്ന് അറിയില്ല. അത് നമുക്കൊന്ന് അവിടേക്ക് പോയിട്ട് നോക്കാം. ഞാൻ ഇതിൽ എളുപ്പത്തിന് കടന്നു കേട്ടോ. നമ്മുടെ വഴി ശരിക്കും ഇതല്ല, ഇത് എൻ്റെ ഷോർട്ട് കട്ടാണ്. ഞങ്ങളുടെ ഇതാണ് നമ്മുടെ തോട് കേട്ടോ, അടുത്തുകൂടെ ഒഴുകുന്ന തോട്. ഇപ്പോൾ വെള്ളം കുറച്ചേ ഉള്ളൂ ഇതിൽ. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിറയും, ഈ തോടൊക്കെ നിറയും. പിന്നെ വേറൊരു രസമായിട്ടുള്ളൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തൊട്ടടുത്ത് മുളയുടെ ഒരു ചെറിയൊരു കുഞ്ഞൊരു കാടുണ്ട്, മുളകാട്. അതിൽ നിറയെ ബേഡ്സാണ്. ഇങ്ങനെ പുലർച്ചയൊക്കെ അവരുടെ കരച്ചിലും ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു പ്രത്യേകമായിട്ടുള്ള നല്ലൊരു ഫീലിംഗ് ആട്ടോ അവിടെ ഇരിക്കാനും. നമുക്കവിടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുമ്പോഴും അവരുടെ കരച്ചിലും എല്ലാം കൂടെ ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമം എന്ന് പറയാം ഞങ്ങളെ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇതോട് ചേർന്നിട്ടുള്ള തോടാണ് കേട്ടോ അത് ഒഴുകുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം 2 കൊല്ലമായിട്ട് നമ്മളിവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം അകത്തേക്കൊന്നും കയറിയില്ല, അതിന് മുമ്പത്തൊല്ലൊക്കെ ആയിട്ട് അകത്തേക്ക് കുറച്ച് കയറി വെള്ളം, നമ്മളൊന്ന് പേടിപ്പിച്ചു വന്നിട്ട്. പിന്നെ ഇക്കൊല്ലം ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. മഴയൊക്കെ നന്നായിട്ട് പെയ്യുകയാണെങ്കിൽ, നിർത്താതെയൊക്കെ പെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ നമ്മുടെ പറമ്പിലേക്കും വീട്ടിലേക്കും ഒക്കെ ചിലപ്പോൾ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ വാഴക്കൃഷിയൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ തന്നെ കൃഷിയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇവിടെ വന്ന് മേടിക്കാറുണ്ട്, ഞാനും മമ്മിയൊക്കെ വന്ന് ഞങ്ങളിവിടുന്ന് മേടിക്കാറുണ്ട്. നമുക്കിനി പോയി നോക്കാം അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ കുറവാണോ എന്താണെന്ന് അറിയില്ല, പോയി നോക്കാം കേട്ടോ നമുക്ക്. ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ പച്ചപ്പയർ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പയറാട്ടോ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടാറ്.
ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ചേട്ടൻ്റെ കൃഷിസ്ഥലം കേട്ടോ. ആളാണ് ഇവിടെ മെയിനായിട്ട് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾ. ഇവിടെ നിന്നാണ് ഞങ്ങൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാറ്. ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. ഇപ്പോൾ പച്ചക്കറിയൊന്നും കാണുന്നില്ല, ഒക്കെ കഴിഞ്ഞും തോന്നുന്നു, വിൽപ്പനയൊക്കെ കഴിഞ്ഞും തോന്നുന്നു. മെയിനായിട്ട് ഇപ്പോൾ വാഴ തന്നെ ഇവിടെ കാണുന്നത്. ആ നേരെ കാണുന്നത് ഒരു ആലാണ് കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ അവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ നിന്നുള്ള പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചുറ്റുവട്ടത്തുള്ള കൊച്ചു കൊച്ചു കാഴ്ചകൾ. വലിയ കാഴ്ചകളൊന്നുമല്ലാതെന്ന് എനിക്കറിയാം. എന്നാലും മനസ്സിനെ ശാന്തമായിട്ടും ഒക്കെ നമ്മുടെ ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളെപ്പോഴും ഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുന്ന കൊച്ചു മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകൾ തന്നെയാണ് ഇത് എനിക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക.